മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള തുടരും എന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം ആദ്യം പറയട്ടെ. മോഹൻലാലിന്റെ ഹേറ്റേഴ്സ് ഈ വീഡിയോ എന്തായാലും കാണണ്ട. പിന്നെ ആദ്യമേ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള തരുൺ മൂർത്തി എന്ന് പറയുന്ന ആൾക്ക് ഒരു വലിയ താങ്ക്സ് പറയാം. കാരണം മറ്റൊന്നല്ല, നമ്മുടെ മലയാള സിനിമയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ പഴയ ലാലേട്ടൻ ഉണ്ടല്ലോ, ആ വിന്റേജ് ലാലേട്ടൻ എന്നൊക്കെ ഇപ്പോഴും ആളുകൾ പറയുന്ന ആ ഒരു ലാലേട്ടനെ തിരിച്ചു തന്നതിന് ഒരു വലിയ ബിഗ് താങ്ക്സ്. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ കഥയും കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല, കാരണം തിയേറ്ററിൽ പോയിട്ട് അനുഭവിച്ചറിയാനും വേണം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൺമുഖൻ എന്ന് പറയുന്ന ബെൻസ് എന്ന് വിളിപ്പേരുള്ള ഒരു ടാക്സി ഡ്രൈവറിന്റെ റോളിലാണ് മോഹൻലാൽ വരുന്നത്. ഗംഭീര റോളാണ്. ആദ്യം മുതൽ അവസാനം വരെ സ്ക്രീനിൽ മോഹൻലാൽ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. സിനിമയിലെ നമ്മുടെ ലാലേട്ടനും കുടുംബവും ആ ഓടിക്കുന്ന കാറും സ്വന്തം ജീവനെ പോലെയാണ്. ഈ രണ്ട് കാര്യത്തിനും ഒരേപോലെ ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. ആ പ്രശ്നത്തിലൂടെയാണ് സിനിമ പോകുന്നത്. എന്താണ് പ്രശ്നം, ഏതാണെന്നൊക്കെ സിനിമ കണ്ട് അനുഭവിച്ചറിയാൻ വേണം. സിനിമ ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകന് 100ൽ 100 മാർക്ക് കൊടുക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ആനക്കൂട്ടും അതുപോലെ തന്നെ ഒരു ഒറ്റയാനെ കാണിച്ചിട്ട് ആ ഒറ്റയാന്റെ മുന്നിലാണ് മോഹൻലാൽ എന്ന പേര് എഴുതി കാണിക്കുന്നത്. അതിലൂടെ തന്നെ സിനിമയുടെ ബ്രില്യൻസ് നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോഴാണ് അതിന്റെ ആ ഒരു കാര്യം, എന്തുകൊണ്ടാണ് സംവിധായകൻ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു തന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഷാജികുമാറിന്റെ ഈ ഒരു ഛായാഗ്രഹണം ഗംഭീരമായിരുന്നു. വിഷ്വൽസ് എല്ലാം അതിഗംഭീര വിഷ്വൽസ്. പിന്നെ എടുത്തു പറയേണ്ടത് ജെയ്ക്സ് ബിജോയിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. നമ്മുടെ ലാലേട്ടനെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ലാലേട്ടന്റെ ആക്ഷൻ രംഗങ്ങളിൽ ജെയ്ക്സ് ബിജോയിന്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുന്നു. സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഒരു നോർമൽ സിനിമ. എനിക്ക് തോന്നി ഈ സിനിമ എന്തായാലും ഒരു ദൃശ്യം മോഡൽ അല്ലെങ്കിൽ ദൃശ്യത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. നമ്മൾ ജിത്തു ജോസഫിന്റെ ദൃശ്യം സിനിമ കണ്ടാൽ എങ്ങനെയായിരിക്കും, അതിന്റെ ഡബിൾ ഡോസിലാണ് തരുൺ മൂർത്തി ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന് ഹൈപ്പ് ഉണ്ടായിരുന്നില്ല, പ്രൊമോഷൻ ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും ഒരു നല്ല സിനിമക്ക് വേണ്ട എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള പൂരം എന്താണെന്ന് കാണാൻ പോകുന്നത്. എമ്പുരാൻ എന്ന സിനിമ കളക്ഷൻ വൈസ് ഒരുപാട് കളക്ട് ചെയ്ത സിനിമയാണ്. പക്ഷെ ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ള ഒരു കാര്യം ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. എന്തോ ഭാഗ്യത്തിനാണ് ആ സിനിമ ഇത്രയും വലിയ ഒരു കളക്ഷനിലേക്ക് പോയത്. പക്ഷേ ഒരു മോഹൻലാൽ ഫാൻസ് ആണെങ്കിൽ, ഒരു മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ മലയാള സിനിമ പ്രേമി തിയേറ്ററിൽ പോയിട്ട് ആഘോഷിക്കാൻ ഇരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാത്തിനുള്ള വകയും ഈ സിനിമയിൽ നമ്മുടെ തരുൺ മൂർത്തി ഒരുക്കി വെച്ചിട്ടുണ്ട്. മോഹൻലാൽ ആരാധകർക്ക് ഇന്നത്തെ ഒരു ദിവസം മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. കാരണം ദൃശ്യം ഇറങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു മോഹൻലാൽ ഫാൻസ് പോയത്, ഒരു പ്രതീക്ഷയില്ലാതെ പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷവും ആ ഒരു ആഘോഷവും ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് കിട്ടും. തിയേറ്ററിൽ പോയിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. സിനിമയിൽ മോഹൻലാലിന്റെ ഭാര്യയായിട്ട് ശോഭന വരുന്നു, പിന്നെ ഒരു 2 മക്കളുണ്ട്. ശോഭനയെ മാത്രം മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാച്ചായിട്ട് തോന്നിയിട്ടില്ല. അത് മാത്രം ചെറിയൊരു കുറവുകൾ തോന്നി. അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഭാഗവും, പ്രത്യേകിച്ചിട്ട് സിനിമയിലെ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളുടെ പേര് എനിക്കറിയില്ല. ആ സിനിമയിൽ ജോർജ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ ചെയ്ത ഒരു പോലീസുകാരൻ ഗംഭീര പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ല. കാരണം ശക്തനായ വില്ലൻ ഉണ്ടെങ്കിലാണ് സിനിമയ്ക്ക് ശക്തനായിട്ടുള്ള നായകനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ രണ്ട് കാര്യങ്ങളും ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ തുടങ്ങിയിട്ട് ഒരു 3/4 മണിക്കൂറോളം ഒരു സാധാരണ ഫാമിലി പടം പോലെ പോയിരുന്ന സിനിമ പിന്നീട് ട്രാക്ക് മാറിയിട്ട് വേറൊരു ദിശയിലേക്കാണ് പോവുകയാണ്. പിന്നെ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. ആ ഒരു ലെവലിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു റിവെഞ്ച് സിനിമയാണെന്ന് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷേ ഇത്രയും വലിയൊരു ഹെവി ആയിട്ടാണ് തരുൺ മൂർത്തി എടുത്തു വെച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇന്റർവ്യൂവിൽ ആയപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി സിനിമ വേറെ ലെവലായിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിരുന്നു, സെക്കൻഡ് ഹാഫ് അതിഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട മക്കളെ, മോഹൻലാലിന്റെ 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന ഈ വർഷത്തെ രണ്ടാമത്തെ സിനിമയായിരിക്കും ഈ പറയുന്ന തുടരും എന്ന സിനിമ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ലാലേട്ടന്റെ ഹ്യൂമർ, ആക്ഷൻ, അതേപോലെ തന്നെ സെന്റിമെന്റ് സീൻ എല്ലാം തന്നെ ഗംഭീരമായിട്ട് ലാലേട്ടൻ അഴിഞ്ഞാടിയിട്ടുണ്ട്. ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ മെയ്വഴക്കത്തിൽ ആക്ഷൻ ചെയ്യാൻ ഇന്ന് മലയാള സിനിമയിൽ ഒരാളില്ല, ഒരു യുവനടൻ പോലും ഇല്ല. അമ്മാതി ലെവലിലാണ് ഈ സിനിമയിൽ ആക്ഷൻ മോഹൻലാൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്.